ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു ടോയ് ഫാൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ ടോയ് ഫാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും. നമ്മൾ ഇതുവരെ ഡിഫറെൻറ്റ് ടൈപ്പ് മോഷൻസ് പഠിച്ചിട്ടുണ്ട്. റൊട്ടേഷണൽ മോഷന്, ലീനിയർ മോഷന്, അതുപോലെ തന്നെ ഓസിലേഷൻ, ഇങ്ങനത്തെ പല ടൈപ്പ് മോഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ് ഫാൻ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഈ ഓരോ ടൈപ്പ് മോഷൻസിനെയും കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ടോയ് ഫാനിൽ ഓരോ ഭാഗങ്ങളും ഓരോ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ മോഷൻ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മോഷൻ, എന്തൊക്കെയാണ് ആ മോഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടോയ് ഫാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ടോയ് ഫാൻ. ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു ടോയ് ഫാൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ പാർട്ടും എങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ മോഷൻ എന്നുള്ള പോർഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് മേക്ക് എ ടോയ് ഫാൻ. ഷോൾ വി മേക്ക് എ ടോയ് ഫാൻ യൂട്ടിലൈസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ വെച്ചിട്ട് ഒരു ടോയ് ഫാൻ ഉണ്ടാക്കിയാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്താണ്? ഐസ്ക്രീം ബോൾ വേണം, അതുപോലെ തന്നെ സ്ട്രിങ് വേണം, പിന്നെ അതുപോലെ തന്നെ തിൻ അംബ്രല റോഡ്, അതായത് കുടൻ്റെ കമ്പിയില്ലേ, അതാണ് തിൻ അംബ്രല റോഡ്. അടുത്തത് ബീഡ് വേണം, അതുപോലെ തന്നെ ബോട്ടിൽ വേണം, അതുപോലെ തന്നെ എന്ത് വേണം? സ്റ്റെൻസിൽ കട്ടർ അല്ലെങ്കിൽ പേപ്പർ കട്ടർ വേണം. ഇനി നിങ്ങളുടെ കയ്യിൽ പേപ്പർ കട്ടർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? കത്തി മതി. അടുത്തത് കോക്കനട്ട് ലീഫ് മിഡ്രിബ്, അതായത് കോക്കനട്ട് ലീഫിൻ്റെ ആ ഒരു ഈർക്കിളില്ലേ, അത് വേണം. ഇനി അടുത്തത് മേക്ക് ഫാൻ ലീവ്സ് യൂസിങ് അപ്പർ പോർഷൻ ഓഫ് ദി പെറ്റ് ബോട്ടിൽ വിത്ത് ലിഡ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അപ്പർ പോർഷൻ, മൂടി അടങ്ങിയിട്ടുള്ള ആ ഒരു അപ്പർ പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് മേക്ക് സ്മോൾ ഹോൾ ഓൺ ദി ലിഡ്, ബോട്ടം ആൻഡ് വൺ സൈഡ് ഓഫ് ദി ഐസ്ക്രീം ബോൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഐസ്ക്രീം ബോൾ എടുക്കുക. ആ ഐസ്ക്രീം ബോളിൻ്റെ മേലെയും താഴെയും അതുപോലെ തന്നെ സൈഡിലുമായിട്ട് എന്ത് ചെയ്യുക? ഒരു ഹോൾ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പില്ലേ, ആ ഒരു മൂടിയില്ലേ, അതിൻ്റെ മേലെയും ഒരു ഹോൾ ഇടുക. ഫിക്സ് ദി ഫാൻ ടു ദി അംബ്രല റോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ഈ പിന്നെ ബോട്ടിൽ വെട്ടിയിട്ട് ഒരു ഫാൻ ഷേപ്പിൽ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഫിക്സ് ദി ഫാൻ ടു ദി അംബ്രല റോഡ്. എന്നിട്ട് ആ ഫാൻ എന്ത് ചെയ്യുക? ഈ അംബ്രല റോഡിൽ ഫിക്സ് ചെയ്യുക. നമ്മൾ കൊടക്കമ്പി ഉണ്ടല്ലോ, ആ കൊടക്കമ്പിയിൽ ഫിക്സ് ചെയ്യുക. ടൈ ദി സ്ട്രിങ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി റോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു നൂലെടുത്തിട്ട് ആ റോഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചുറ്റുക. പുൾ ഇറ്റ് ഔട്ട് ത്രൂ ഹോൾ ഓൺ ദി സൈഡ് ഓഫ് ദി ഐസ്ക്രീം ബോൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഐസ്ക്രീം ബോൾ എടുക്കുക. ഐസ്ക്രീം ബോൾ എടുത്തിട്ട് ഈ നൂലെന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ സൈഡിലൂടെ അങ്ങോട്ട് വലിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നൂലെന്ത് ചെയ്യുക? ഐസ്ക്രീം ബോളിൻ്റെ സൈഡിലിട്ട ഹോളിലൂടെ പുറത്തേക്ക് വലിക്കുക. ടൈ എ സ്മോൾ കോക്കനട്ട് മിഡ്രിപ്പ് അറ്റ് എൻഡ് ഓഫ് ദി സ്ട്രിങ്. എന്നിട്ട് നമ്മൾ ആ സൈഡിലൂടെ ഐസ്ക്രീം ബോളിൻ്റെ സൈഡിലുള്ള ഹോളിലൂടെ വലിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിങ്ങിൽ എന്ത് ചെയ്യുക? ഒരു ചെറിയ ഈർക്കിൾ കെട്ടുക. ഇൻസേർട്ട് ദി റോഡ് ഫിക്സ്ഡ് വിത്ത് ദി ഫാൻ ത്രൂ ഹോൾ ഓൺ ദി ലിഡ് ഓഫ് ദി ഐസ്ക്രീം ബോൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഐസ്ക്രീം ബോളിൻ്റെ ലിഡ് എന്ത് ചെയ്യുക? ഐസ്ക്രീം ബോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വൈൻഡ് ദി സ്ട്രിങ് എറൗണ്ട് ദി റോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഐസ്ക്രീം ബോൾ ഇങ്ങനെ മെല്ലെ തിരിക്കുക. അപ്പോൾ അങ്ങനെ തിരിക്കുന്നതിനനുസരിച്ചിട്ട് അതെന്താവും? ആ നൂലെന്ത് ചെയ്യും? ആ ഒരു കൊടക്കമ്പിമേൽ ഇങ്ങനെ ചുറ്റും. ദെൻ ഇൻസേർട്ട് ദി എൻഡ് ഓഫ് ദി റോഡ് ത്രൂ ദി ഹോൾ അറ്റ് ദി ബോട്ടം ഓഫ് ഐസ്ക്രീം ബോൾ. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ഒരു പുറത്തേക്ക് കാണുന്ന ആ ഒരു ചെറിയ പോർഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ഈർക്കിൾ വരുന്ന പോർഷൻ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ഫാൻ അങ്ങനെ കറങ്ങും. ഒബ്സർവ് ദി മൂവ്മെൻറ്റ് അറ്റ് ഈച്ച് പാർട്ട് ഓഫ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓരോ പാർട്ടിലും വരുന്ന മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. പ്ലേസിങ് എ സ്മൂത്ത് ബീഡ് ബിറ്റ്വീൻ ദി ഫാൻ ആൻഡ് ദി ഐസ്ക്രീം ബോൾ വിൽ മേക്ക് ദി റൊട്ടേഷൻ ഈവൻ സ്മൂത്തർ. ഇനി നിങ്ങളത് കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫാൻ്റെയും ഐസ്ക്രീം ബോളിൻ്റെ ഇടയിൽ ചെറിയൊരു മുത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് കറങ്ങും. എന്നിട്ട് ഇനി അടുത്തത് നമ്മോട് ചോദിക്കുകയാണ്, വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ടോയ് ഫാൻ സച്ച് ആസ് റോഡ്, ഫാൻ ആൻഡ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ട് ഉണ്ട് ഈ ഒരു ടോയ് ഫാനിന്. ഏതൊക്കെയാണ് പാർട്ടുള്ളത്? ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? അംബ്രല റോഡും ഉണ്ട് അല്ലേ? അപ്പം ഇതിലൊക്കെ എങ്ങനത്തെ മോഷൻസ് ആണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ള മോഷൻസ് ആണുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇതിലൊക്കെ എങ്ങനത്തെ മോഷനാണുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്? എങ്ങനെയുള്ള മോഷനാണുള്ളത്? ഫാനിൽ എന്ത് മോഷനാണുള്ളത്? റൊട്ടേഷണൽ മോഷനാണുള്ളത് അല്ലേ?
ഇനി അടുത്തത് പിന്നെ എന്താണ് അടുത്തത് സ്ട്രിങ്ങിൽ എന്ത് മോഷനാണുള്ളത്? സ്ട്രിങ് ഇങ്ങനെ നേരെ വലിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ്ങിൽ ലീനിയർ മോഷനാണുള്ളത്. ഇനി അടുത്തതോ അംബർല റോഡിൽ എന്ത് മോഷനാണുള്ളത്? അംബർല റോഡിലും എന്ത് മോഷനാണുള്ളത്? റൊട്ടേഷണൽ മോഷനാണുള്ളത്. ഫാനിലും റൊട്ടേഷണലാണ്. പക്ഷേ സ്ട്രിങ്ങിൽ എന്ത് മോഷനാണ്? ലീനിയർ മോഷനാണുള്ളത്. വിച്ച് ആർ ദി ടൈപ്സ് ഓഫ് മോഷൻ ദാറ്റ് ഒക്കർ വെൻ എ ടോയ് കാർ മൂവ്സ്? ഇനി ഇതൊക്കെ വിടുക. ഇനി നമ്മളൊരു ടോയ് കാർ എടുക്കുക. ടോയ് കാർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടെ ഏത് ടൈപ്പ് മോഷനാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ദി വീൽ? ആ ടോയ് കാറിൻ്റെ വീലിൽ എന്ത് മോഷനാണുള്ളത്? റൊട്ടേഷണൽ മോഷനാണ് അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഓഫ് ദി കാർ വെൻ ദി വീൽ മൂവ്സ്? അപ്പം കാറിൻ്റെ മോഷൻ എന്താണ്? ലീനിയർ മോഷനാണ്. പക്ഷേ കാറിൻ്റെ ടയറിൻ്റെ മോഷൻ എന്താണ്? വീൽസിൻ്റെ മോഷൻ എന്താണ്? റൊട്ടേഷണലാണ്. പക്ഷേ കാർ എങ്ങനെയാണ് പോകുന്നത്? നേരല്ലേ പോകുന്നത്. അപ്പോൾ ലീനിയറാണ്. പക്ഷേ കാറിൻ്റെ വീൽസ് എങ്ങനെയാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. പക്ഷേ കാറ് നേരെയാണ് പോകുന്നത്. അപ്പം കാറിൻ്റെ മോഷൻ എന്താണ്? ലീനിയറാണ്. പക്ഷേ വീൽസിൻ്റെ മോഷൻ റൊട്ടേഷണൽ മോഷനാണ്.